സുഹൃത്തുക്കളെ, നമ്മൾക്ക് വരുന്ന രോഗം വാതമാണോ പിത്തമാണോ കഫമാണോ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ചികിത്സിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന രോഗം എന്താണ് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾക്കതിൻ്റെ ശരിയായിട്ടുള്ള കാരണം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ആയുർവേദത്തിൽ ഓരോ രോഗത്തിനും പ്രത്യേകം കാരണമുണ്ട്. ഈ കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ത്രിദോഷങ്ങളിൽ ഏത് ദോഷങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും. എന്നിട്ട് അതിന് വിപരീതമായിട്ടുള്ള ചികിത്സ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ രോഗം വേരോടുകൂടി നശിച്ചു പോവുകയും ചെയ്യും. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വാതരോഗങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചിട്ടും പറഞ്ഞു. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ പിത്തദോഷത്തെക്കുറിച്ചിട്ടും അത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള ചികിത്സയെപ്പറ്റിയുമാണ് വിവരിക്കുന്നത്. പിത്തരോഗങ്ങൾ 40 എണ്ണം ഉണ്ട്. ഇനി പറയുന്ന രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് പിത്തദോഷം കൊണ്ട് ഉള്ളതാണെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അതുകൂടാതെ അതിൽ പിത്തത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം നിങ്ങൾ അതിൽ കാണും. അപ്പോൾ നിങ്ങൾ അത് പിത്തം കൊണ്ടുള്ളതാണ് എന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തെ ലക്ഷണം, ശരീരത്തിൽ അതിയായിട്ടുള്ള ചുട്ടുനീറൽ. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചുട്ടു പൊള്ളുന്നത് പോലെ നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ അത് പിത്തത്തിൻ്റെ ലക്ഷണം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2, അല്പമായിട്ടുള്ള ചുട്ടുനീറ്റൽ. അതായത് കുറച്ച് ചുട്ടുനീറ്റൽ മാത്രമാണ് ഉള്ളതെങ്കിലും അത് പിത്തത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കരുതണം. കാരണം പിത്തം എന്ന് പറയുന്നത് എപ്പോഴും അഗ്നിയാണ്. അപ്പോൾ പിത്തത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അഗ്നിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. വാതത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മൾ കാറ്റിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിത്തത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മൾ അഗ്നിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അഗ്നിക്ക് എപ്പോഴും ചൂടുണ്ടാവും. അത് കാരണം ശരീരത്തിൽ എവിടെ ചുട്ടുനീറ്റലുണ്ടോ അത് പിത്തത്തിൻ്റെ കാരണമാണ് എന്ന് നമ്മൾ ഊഹിക്കണം. 3, സർവാംഗങ്ങളിലും ചുട്ടുനീറ്റൽ. അതായത് എല്ലാ അംഗങ്ങളിലും ചുട്ടുനീറുന്നത് പോലെയുള്ള നീറ്റൽ. 4, ശരീരത്തിൽ ചൂട്. പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, തലയിൽ ഭയങ്കര ചൂടുണ്ട്, കണ്ണുകളിൽ ചൂടുണ്ട് എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ ആധുനിക യാതൊരുവിധ ടെസ്റ്റിലും ഇതിൻ്റെ കാരണം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. തലയിൽ ചൂടുള്ള വ്യക്തി ഏത് തരം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ കാരണം കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ആയുർവേദത്തിൽ വ്യക്തമായിട്ട് അറിയാം ഇത് പിത്തത്തിൻ്റെ കാരണം കൊണ്ട് ഉള്ളതാണെന്ന്. പിത്തത്തിന് വിപരീതമായിട്ടുള്ള ചികിത്സ ചെയ്യുകയാണെങ്കിൽ അത് നശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാതത്തിൻ്റെ കാരണങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു ടെസ്റ്റിലും നമ്മൾ കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ ആയുർവേദത്തിൽ ലക്ഷണങ്ങൾ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. 5, പുകഞ്ഞു കയറ്റും. അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും പുകച്ചിലുണ്ടെങ്കിൽ അത് പിത്തത്തിൻ്റെ ലക്ഷണമാണ്. 6, പുളിച്ചു തികട്ടൽ. ചിലർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് അസിഡിറ്റി ഉണ്ടാകും. അത് പിത്തത്തിൻ്റെ ലക്ഷണമാണ്. 7, ഉൾപ്പുഴുക്കം. ഉള്ളിൽ പുഴുങ്ങുന്നത് പോലെ തോന്നുക. 8, ശരീരത്തിൽ നീറൽ, അതേപോലെ തന്നെ ഉഷ്ണാധിക്യം, കൂടുതൽ ചൂട് തോന്നുക. 10, അതിയായിട്ടുള്ള വിയർപ്പ്. 11, അവയവങ്ങൾ എപ്പോഴും വിയർക്കുക. 12, ശരീരത്തിന് ദുർഗന്ധം. ശരീരത്തിൽ കൂടുതൽ ദുർഗന്ധം വരുന്നുണ്ട് എങ്കിൽ അത് പിത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ അറിയണം. 13, അവയവങ്ങളിൽ കീറൽ. 14, രക്തത്തിന് നുലവ്. 15, മാംസത്തിന് നുലവ്. 16, ചർമ്മത്തിന് നീറൽ. 17, പുറന്തോൽ കീറുക. 17, 7 ചർമ്മങ്ങളും കീറുക. 19, ശരീരത്തിൽ പെട്ടെന്ന് ചുവന്ന് തടിക്കുക. പെട്ടെന്ന് ശരീരം ചുവന്ന് തടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കും. അതിന് പല ടെസ്റ്റും ചെയ്യും. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ ആയുർവേദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 20, ചുവന്ന ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാകുക. ചുവന്ന കുരുക്കൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് പിത്തദോഷം കൂടിയതുകൊണ്ടാണ് എന്ന് നമ്മൾ ഊഹിക്കണം. ശരീരത്തിൽ വൃത്താകൃതിയിൽ ചുവന്ന് തടിക്കുക. 22, രക്തപിത്തം. 23, ശരീരത്തിന് പച്ച നിറം, ശരീരത്തിന് മഞ്ഞ നിറം, ശരീരത്തിന് അവിടെ എവിടെയായിട്ട് നീല നിറം, കക്ഷത്തിൽ കറുത്ത കുരുക്കൾ ഉണ്ടാകുക. 27, കാമല അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്ന രോഗം. 27, വായ്ക്ക് കയ്പ്. 29, വായിൽ രക്തത്തിൻ്റെ ഗന്ധം. 30, വായ്നാറ്റം. 31, കൂടുതലായിട്ടുള്ള ദാഹം. 32, ആഹാരത്തിൽ തൃപ്തിയില്ലായ്മ. 33, വായിൽ പഴുപ്പ്. പലരും പറയാറുണ്ട് വായിൽ പഴുപ്പ് വരുന്നുണ്ട്, വായിൽ അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പിത്തത്തിൻ്റെ പ്രശ്നമാണ്. 34, തൊണ്ടയിൽ പഴുപ്പ്. നമ്മുടെ തൊണ്ടയിൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ പഴുപ്പുണ്ടാകുകയാണെങ്കിൽ അതും പിത്തത്തിൻ്റെ കാരണമാണ് എന്ന് നമ്മൾ അറിയണം. 35, കണ്ണിൽ പഴുപ്പുണ്ടാകുക. 36, ഗുദത്തിൽ പഴുപ്പുണ്ടാകുക.
37 ലിംഗത്തിൽ പഴുപ്പുമുണ്ടാകുക. 38 രക്തം പോവുക. അതായത് ശരീരത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും രക്തം പോവുകയാണ്, മൂക്കിൽ കൂടെ അതേപോലെ തന്നെ കാതിൽ കൂടെ, ഈ വഴിയെല്ലാം രക്തം പോവുകയാണെങ്കിൽ നമ്മളത് പിത്തത്തിൻ്റെ കാര്യമാണെന്നറിയണം. തൊണ്ടയിൽ പഴുപ്പ്, അതേപോലെ തന്നെ വായിൽ പഴുപ്പ്, അതേപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും പഴുത്ത് പൊട്ടുകയാണെങ്കിലും അവിടെയും പിത്തമാണ് കൂടുതലായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. 39 കണ്ണ് ഇരുട്ടാകുക. 40 കണ്ണും മലവും പച്ചയോ മഞ്ഞയോ നിറമായിരിക്കുക. ഇതൊക്കെയാണ് 40 വിധത്തിലുള്ള പിത്തരോഗങ്ങൾ. ഇതിൽ പൊതുവായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക പഴുപ്പ് എന്നുള്ള ലക്ഷണം നമ്മൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചുട്ടുനീറ്റൽ, ഈ ലക്ഷണം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ രോഗങ്ങൾക്ക് പിത്തത്തിൻ്റെ ലക്ഷണമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിത്തത്തിൻ്റെ ലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്നിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് ഉഷ്ണത, ചൂട്, അതേപോലെ തന്നെ തീക്ഷ്ണത, ദ്രവത, കൂടുതൽ ഒലിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ സ്നിഗ്ധത ഉണ്ടാകിയിരിക്കുക, ആമഗന്ധം, അതേപോലെ തന്നെ എരിവും പുളിവും കൂടുതൽ ഉണ്ടാകുക, ശരീരത്തിൽ ചൂട്, വിയർപ്പ്, നുലവ്, ചീച്ചൽ, സ്രാവം, ചുവപ്പ് എല്ലാം ഉണ്ടാകുകയാണെങ്കിൽ അത് പിത്തത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് എന്ന് നമ്മൾ അറിയണം. ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് എന്ന് നോക്കാം. മധുരമുള്ളതും കയ്പുള്ളതും ചവർപ്പുള്ളതും സ്പർശത്തിലും പാകത്തിലും വീര്യത്തിലും ശീതം ഗുണ ഉള്ള ദ്രവ്യങ്ങൾ. ഇവിടെ മധുരം എന്ന് പറയുന്നത് പഞ്ചസാരയല്ല എന്ന് നമ്മൾ അറിയണം. മധുരമുള്ള ദ്രവ്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, അതേപോലെ തന്നെ മധുരമുള്ള പഴങ്ങൾ, ഇവയെല്ലാം മധുരമുള്ളതാണ്. ഇത് പിത്തത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ കയ്പുള്ള കയ്പയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ, അതേപോലെ തന്നെ വേപ്പില തുടങ്ങിയവയെല്ലാം ഇതിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കഷായ രസം, ചവർപ്പ് രസവും ഇതിന് നല്ലതാണ്. തണുത്ത ദ്രവ്യങ്ങൾ ഇതിനെപ്പോഴും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സ്നേഹപാനം, അതായത് നെയ്യ് കുടിക്കൽ, അതേപോലെ തന്നെ വിരേചനം, ശരീരത്തിൽ നിന്ന് പരിപൂർണമായിട്ടും മലങ്ങളെ വിരേചനം കളയുക, ലേപനം, അതേപോലെ തന്നെ ധാര, എണ്ണതേപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ വിരേചനമാണ് എന്ന് നമ്മൾ അറിയണം. വാതരോഗത്തിൽ വസ്തിയാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിത്തരോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ വിരേചനമാണ്. എന്നാൽ വിരേചനം ചെയ്യുന്നതിന് മുമ്പ് സ്നേഹനം, സ്വേദനം തുടങ്ങിയ പൂർവ്വകർമ്മങ്ങളെല്ലാം ചെയ്യണം. ചെയ്തതിന് ശേഷം വേണം വിരേചനം ചെയ്യാൻ. അതിനുശേഷം പശ്ചാത്കർമ്മങ്ങളെല്ലാം അതിന് യഥാവിധി നമ്മൾ അനുഷ്ഠിക്കുകയും വേണം. അതിനാൽ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. പിത്തത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഏത് രോഗമാണ് എന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടെസ്റ്റും കൂടാതെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വായിൽ പഴുപ്പ് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പിത്തത്തിൻ്റെ ലക്ഷണമാണ്. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രം സ്വീകരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. സസ്യാഹാരം മാത്രം ശീലിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.